Statements: smallest executable units of a program. ഒരു പ്രോഗ്രാമിൻ്റെ പ്രവർത്തിക്കുന്ന ഏറ്റവും ചെറിയ ഘടകത്തെയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒന്നോ അതിലധികമോ സ്റ്റേറ്റ്മെൻറ്റുകൾ കൂടിച്ചേർന്നതാണ് ഒരു C++ പ്രോഗ്രാം. നമുക്ക് അതിനൊരു ഉദാഹരണം നോക്കാം. ഇവിടെ ഞാനൊരു ചെറിയ C++ പ്രോഗ്രാം എഴുതി തയ്യാറാക്കുകയാണ്. 2 സംഖ്യ യൂസറിൽ നിന്നും സ്വീകരിക്കുക, അതിൻ്റെ സമ്മ് കാണുക, ആ സമ്മ് സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്യുക. വളരെ ചെറിയൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾക്ക് കാണാം 1, 2, 3, 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും അവസാനിക്കുന്നത് സെമിക്കോളൻ ഉപയോഗിച്ചാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും ഓരോ എക്സിക്യൂട്ടബിൾ യൂണിറ്റാണ്, ഏറ്റവും ചെറിയ പ്രവർത്തിക്കുന്ന ഘടകങ്ങളാണ്. ഓരോന്നും പ്രവർത്തിക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള 4 യൂണിറ്റുകൾ അല്ലെങ്കിൽ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ചേർന്നതാണ് ഈ C++ പ്രോഗ്രാം. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റുകളെ തന്നെ 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിച്ചാണ് C++ പ്രോഗ്രാം എഴുതി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോഴും അതിന് കൃത്യമായ റൂൾസ് ഉണ്ട്, നിയമങ്ങളുണ്ട്. അപ്പോൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനുള്ള റൂൾസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡാറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം 1, ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് വേരിയബിൾ നെയിം 2, വേരിയബിൾ നെയിം 3, എക്സെട്ര. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് നോക്കാം. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് ഒരു പുതിയ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നമുക്ക് വാല്യൂസ് സൂക്ഷിക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ എനിക്ക് 3 വാല്യൂസ് സൂക്ഷിക്കണം. അതിനുവേണ്ടി ഞാൻ 3 വേരിയബിൾസ് ഉപയോഗിച്ചു. അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള വേരിയബിളുകൾ ക്രിയേറ്റ് ചെയ്യാൻ, നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതിനൊരു എക്സാമ്പിൾ ഇൻറ്റ് സ്പേസ് സ്കോർ. അപ്പോൾ സ്കോർ എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്, അതിൻ്റെ ടൈപ്പ് ഇൻറ്റീജറാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്കൊരു പൂർണ്ണസംഖ്യ സൂക്ഷിക്കാം. അപ്പോൾ പ്രോഗ്രാമിലേക്ക് ആവശ്യമായിട്ടുള്ള വേരിയബിളുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് സിൻടാക്സ് നോക്കാം. വേരിയബിൾ ഈസ് ഈക്വൽ ടു വാല്യൂ. ഒരു വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിനൊരു ഉദാഹരണം കാണാം. 100 എന്ന വാല്യൂ സ്കോർ എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നു. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസറിൽ നിന്നും ഒരു ഇൻപുട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. സിൻടാക്സ് സ്ട്രീം ഒബ്ജക്റ്റ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ വേരിയബിൾ നെയിം. സ്ട്രീം ഒബ്ജക്റ്റ് സൂചിപ്പിക്കുന്നത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസാണ്, അതായത് കീബോർഡ്. C++ൽ ഈ സ്ട്രീം ഒബ്ജക്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് Cin. അതായത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസിൽ നിന്നും ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു ഡാറ്റ സ്വീകരിച്ച് അത് മറ്റൊരു വേരിയബിളിലേക്ക് സൂക്ഷിക്കുന്നു. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസിൽ ഡിസ്പ്ലേ ചെയ്യിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. സിൻടാക്സ് സ്ട്രീം ഒബ്ജക്റ്റ് ഇൻസേർഷൻ ഓപ്പറേറ്റർ വേരിയബിൾ. C++ൽ ഈ സ്ട്രീം ഒബ്ജക്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് Cout. അതായത് സ്കോർ എന്ന വേരിയബിളിൽ നിന്നും സ്വീകരിച്ച വാല്യൂ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ സഹായത്തോടു കൂടി ഡിസ്പ്ലേ ചെയ്യിക്കുന്നു.